സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണല്ലോ അച്ചാർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിന്ന് നാരങ്ങാച്ചാർ ഉണ്ടാക്കാം. നാരങ്ങാച്ചാറും നാരങ്ങക്കറിയും എന്നൊക്കെ പറയും. ഞങ്ങളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് കറുനാരങ്ങയാണ്. ഇതിപ്പോ 1 കിലോ കറുനാരങ്ങയുണ്ട്. അപ്പൊ ഇത് കട്ട് ചെയ്ത് ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുള്ളതാണ്. നമുക്കിനി അച്ചാർ ഉണ്ടാക്കാം. ഈ ഉപ്പ് പുരട്ടിച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി. ഇത് മിക്സ് ചെയ്യണ്ട. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. പക്ഷേ ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. കുറച്ച് നാൾ വെളിച്ചെണ്ണയെക്കാളും കുറച്ച് കൂടുതൽ നാൾ അച്ചാറുകൾ ഇരിക്കുകയും ചെയ്യും. നമുക്കിത് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇടാം. ഇതിന് കൂടെ തന്നെ പറ്റും. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാനൊരു മുളക് പൊടി ഇട്ടിട്ടുണ്ട് 3 ടീസ്പൂൺ, പിന്നെ കായപ്പൊടി 1/4 ടീസ്പൂൺ, ഉലുവ 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി. അപ്പോൾ ഈ നാരങ്ങാച്ചാർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഈ ഓണത്തിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കണം. ബൈ.